ലേശം കഞ്ഞെടുക്കട്ടെ എന്ന് മാമിനെ കൊണ്ട് ചോദിപ്പിച്ചാലോ? ആ മോനെ കൊള്ളാം. ലാലേട്ടന്റെ സജഷനായിരുന്നു വെട്ടിട്ട വഴുതട്ട. സജഷനായിരുന്നു. അങ്ങനെ കൈ പിടിച്ചിങ്ങനെ തിരിക്കുന്നേല് ഡേയ് കയ്യ വിടറാ, ചോക്ലേറ്റ് വാങ്ങിക്കൊടേ, കയ്യ വിടറാ, ഇന്നേക്ക് ദുർഗാഷ്ടമി, കയ്യ വിടറാ. ചേട്ടാ അവൻ ലാലേട്ടാ മുനി അത് ഏത് സൈഡിലേക്കായിരുന്നു മോനെ? ആഗ്രഹത്തിന്റെ പുറത്താണ് ലാലേട്ടാ. ഞങ്ങൾ വെച്ച ഒരു കുഞ്ഞു സർപ്രൈസ് അത് പോയാലോ? എനിക്കും വരുന്ന മെസ്സേജസിലൊക്കെ ചേട്ടൻ പൊളിച്ചു ചേട്ടാ CI ജോർജ് ആരാ ചേട്ടാ? ഇടുന്ന പോസ്റ്റിന്റെ അടിയിലുള്ള ഹാഷ്ടാഗിലോ അല്ലെങ്കിൽ മെൻഷനിങ്ങിലോ പോലും ഞങ്ങൾ പ്രകാശ് ഓർമ്മനെ കൊണ്ടൊന്നുമില്ല. തുടരും ഓക്കെയല്ലേ ചേട്ടാ? കഴിയുമ്പോൾ മോഹൻലാൽ തുടരും. എന്നോട് എത്ര പേര് ചോദിച്ചു നിങ്ങൾ ഭയങ്കര ഓവർ കോൺഫിഡന്റ് ആയിരുന്നല്ലേ? അച്ഛൻ്റെ ഏതെങ്കിലും സിനിമയിൽ അച്ഛൻ എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ട് ചെയ്ത് നോക്കിയാലോ എന്നുള്ളതിന് ഞാൻ വളരെയധികം ഭയപ്പെടും. നന്നാവോ? നന്നാവൂല. കള്ള കഴിവേറി തരുണിന്റെ അടുത്ത സിനിമ എഴുതുന്നത് ഇവത്തോർത്തതൊന്നും പറയല്ലേ. ഒരമ്മ വന്നിട്ട് എൻ്റെ രണ്ട് കൈ ഇങ്ങനെ പിടിച്ച്, പിന്നെ നമ്മുടെ പപ്പു ചേട്ടൻ്റെ മോനായതിനെ കൊണ്ട് ഞാൻ ലാലേട്ടൻ വരുന്നുണ്ടോ പ്രൊമോഷൻ? പറഞ്ഞില്ല. എനിക്ക് തമ്മിൽ കൊടുക്കാനെങ്കിലും എന്നോട് ഞാൻ മലയാളത്തിൽ തന്നെയല്ലടാ അന്ന് ഞാൻ എൻ്റെ വഴി കൂടെ അങ്ങനെ പോകും. ഞാനങ്ങനെ പോയിക്കോട്ടെ. വെൽക്കം ബിനു പപ്പു. സ്വാഗതം ബ്രോ. ഈ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്? എല്ലാവരുടെ ഇതേ ചോദ്യം തന്നെയാണ്, എന്താണ് ചെയ്തു വെച്ചത്? ചെയ്തു വെച്ചത് കണ്ടില്ലേ? കണ്ടു. ഞാനത് ഇന്നലെ മെസ്സേജ് ഞാൻ നേരിട്ട് കാണുമ്പോൾ ബാക്കി പറയാം, ഞാൻ ഫോണിൽ കൂടെ ഒന്നും നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇപ്പം തരുൺ എൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ലാലേട്ടൻ്റെ ഒരു സ്ലീപ്പർ സെൽസ് എന്ന് പറയുന്നൊരു വിഭാഗം ആരാധകരുണ്ടെന്നുള്ളത്. മോഹൻലാൽ എന്ന നടൻ്റെ നമുക്ക് ഇടയ്ക്ക് മിസ്സായി പോയ കുറച്ച് ഇമോഷൻസ് ഘടകങ്ങൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചില സിനിമകളിൽ നമുക്ക് മിസ്സെങ്കിൽ ലൂസിഫറിന് ശേഷമൊക്കെ വരുന്ന പല സിനിമകളിൽ നേരിൽ ഓഫ് കോഴ്സ് ഉണ്ട്. പക്ഷെ അതിന് ശേഷം വന്ന പല സിനിമകളിലും മിസ്സായി പോയ ഒരുപാട് ഘടകങ്ങൾ എല്ലാവർക്കും കാണാൻ പറ്റിയൊരു സിനിമയാണ് ഇത്. എന്ത് തോന്നുന്നു? ഇപ്പം വളരെ അഭിപ്രായം നേടി ഭയങ്കര മെഗാ ഹിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം ഭയങ്കര പീസ്ഫുള്ളാണ്. കാരണം നമ്മൾ ഈ സിനിമ പുറത്ത് വരുമ്പോൾ എങ്ങനെയായിരിക്കും, അങ്ങനെ ഒരുപാട് ചർച്ചകൾ ഞങ്ങളുടെ ഇടയിൽ തന്നെ നടന്നിട്ടുണ്ട്. നമ്മൾ നല്ലതല്ലേ ചെയ്തു വെച്ചത്, ഇനി എന്തെങ്കിലും മിസ്സാവുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഏരിയയിൽ എന്തെങ്കിലും സംഭവിക്കുമോ, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഞങ്ങളുടെ ഇടയിലുണ്ട്. പല ചർച്ചകളും പല കാര്യങ്ങളും നമ്മൾ എടുത്തു വെച്ച ഷോട്ട് ഉൾപ്പെടെ ഇത് പ്ലേസ് ചെയ്യണോ വേണ്ടേ, ഇത് കാണിക്കണോ വേണ്ടേ, അങ്ങനെ പല ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് എൻഡ് ഓഫ് ദി ഡേ നമ്മളത് പ്രേക്ഷകർക്ക് കൊടുത്തു, അവർ ഇരു കൈ നീട്ടി സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം വേറെ തന്നെയാണ്. ഈ എനിക്ക് ബാക്കിയുള്ളതിലൊക്കെ ഒക്കെ പറയാം, എന്നാലും എനിക്ക് ഫസ്റ്റ് ചോദിക്കുകയാണ്, ഈ ആരാണ് പ്രകാശ് വർമ്മ? എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു കാസ്റ്റിംഗിലേക്ക് എത്തിയത്? എങ്ങനെയാണ് അത്? ഈസിയിലേക്ക് ഈ രണ്ട് പോലീസുകാരാണ് നമ്മൾ ഈ പറയുന്ന സോക്കോൾ ഷൺമുഖനോട് ഓപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സോ ഡെഫിനറ്റ്ലി എന്നെ ആൾക്കാർക്ക് അറിയാം, എന്നെ അറിയാമെന്നുള്ളത് എന്നെ സിനിമയിലൂടെ കണ്ട് ഇയാൾ ഇങ്ങനെ, ഞാനും ഇതിന് മുന്നേ ഒരുപാട് പോലീസ് വേഷം ചെയ്തതാണ്, അപ്പം ഇയാളൊരു ടിപ്പിക്കൽ പോലീസുകാരനായിരിക്കും ഇതിൽ എന്നുള്ളതാണ്. അപ്പം കഴിഞ്ഞ പോലീസ് സിനിമകളിലൊക്കെ കുറച്ച് നന്മമാരാണ് ഞാൻ. ഇപ്പോൾ ഹെലനിലാണെങ്കിലും ജാവേലാണെങ്കിലും ഒക്കെ കുറച്ച് നന്മമരം സൈഡുള്ളതിനെ കൊണ്ട് ആൾക്കാർ ഓക്കെ അയാൾ അങ്ങനെ ആയിരിക്കും. അല്ല ഇപ്പം എൻ്റെ ക്യാരക്ടർ ഈ പടത്തിൽ തുടങ്ങുന്നത് തന്നെ ഒരു ചെറിയ ഹ്യൂമർ പരിപാടിയിൽ ആണ് കയറി പോകുന്നത്. അപ്പം ഈ നിൽക്കുന്ന നമ്മുടെ CI ജോർജിനെ പ്ലേസ് ചെയ്യുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതൊരു ഇപ്പം നമുക്ക് നിലവിലുള്ള ഏതെങ്കിലും ഒരു ആക്ടറെ നമ്മളൊരു പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ മനോഹരമായി ചെയ്യുന്ന പല ആക്ടേഴ്സും ഉണ്ട് നമുക്ക്, പക്ഷെ അത് ഒരു ഇത്തിരി പ്രഡിക്റ്റബിളായി പോവുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ നമ്മൾ ഒരാളെ വെറുതെ കൊണ്ടുവന്ന് ഇടില്ല എന്ന് ഡെഫിനറ്റ്ലി അറിയാം. അയാളൊരു തുടക്കത്തിൽ ഇപ്പം ഈ സിനിമയിൽ CI ജോർജ് വരുന്ന മാതിരി വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആൾക്കാർ ചിന്തിക്കും, ഓ ഇയാൾ മാറാം അല്ലെങ്കിൽ ഇയാൾ ക്രിക്കറ്റ് ആവാം എന്നുള്ള ഒരു ചിന്തയിലേക്ക് പോകും. സോ നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. അപ്പം ജോർജിലേക്ക് പോകുമ്പോൾ ആരായിരിക്കും ജോർജ്? അപ്പം തരുണിന് ഞാൻ പല ഇൻ്റർവ്യൂവിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, തരുണിന് പണ്ടുള്ളൊരു പ്രശ്നമാണ് ഈ ആൾക്കാരെ കണ്ടിട്ട് അയാളെ കൊണ്ട് അഭിനയിപ്പിക്കാം എന്ന് പറയുന്ന പരിപാടി.
അയാൾ അഭിനയിക്കുകയോ ഇല്ലേ, അല്ലെങ്കിൽ അയാൾ ഇതിൽ ഇൻട്രസ്റ്റഡ് ആണോ എന്നും കൂടി തരുണ്ടാവുന്ന വിഷയമല്ല. ആളെ കൊണ്ടുപോകാം, നമുക്ക് എങ്ങനെയും ചെയ്യിക്കാം, അയാൾ ചെയ്യും. അവൻ ആ ക്യാരക്ടർ കിട്ടിയാൽ അവൻ അതിൻ്റെ പിന്നാലെ തൂങ്ങും. അങ്ങനെ ആൾക്കാരിലേക്ക് ഇങ്ങനെ പോയാണ് തരുൺ തന്നെയാണ് ഈ പ്രകാശ് വർമ്മയിലേക്ക് എത്തുന്നത്. തരുൺ തന്നെയാണ് എത്തി പ്രകാശേട്ടനെ അപ്രോച്ച് ചെയ്ത് തരുൺ പോയി കണ്ട്. പുള്ളിയുടെ വൈഫ് ഉണ്ടായിരുന്നു, ഈ സ്നേഹചേച്ചി ഉണ്ടായിരുന്നു കഥ കേൾക്കുമ്പോൾ. അപ്പം ഒറ്റ ഡിമാൻഡ് ഉള്ളൂ, എങ്ങനെ കൊണ്ടുപോകുന്നോ അതുപോലെ തിരിച്ചു കൊണ്ടുതരണം. കാരണം ഈ ഇടിയൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി സിനിമയിൽ അഭിനയിച്ചിട്ടില്ല എന്നുള്ളൂ, പക്ഷേ പുള്ളി സിനിമയിൽ ഡബ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുന്നേ. അതെ, ഗാങ്സ്റ്റർ എന്ന് പറഞ്ഞ സിനിമയിൽ ഫസ്റ്റ് വോയിസ് ഓവർ പോകുന്നത് അത് പ്രകാശ് വർമ്മയാണ്. അക്ബർ വഴികൾ അത് പ്രകാശാണ്. അപ്പം പ്രകാശേട്ടനെ അഭിനയിപ്പിക്കുക, അതും ഫൈറ്റ് പരിപാടി എന്നൊക്കെ പറഞ്ഞപ്പോൾ എങ്ങനെ കൊണ്ടുപോകുന്നോ അതുപോലെ തിരിച്ചു കൊണ്ടുതരണം. അങ്ങനെ തന്നെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്കൊരു ഇന്നലെ തൊട്ടുള്ള സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയമാണ് പ്രകാശ് ശർമ്മ അറിയുന്നവർക്ക്. എനിക്കൊരു സാധാരണക്കാർക്ക് തന്നെ അറിയില്ല അദ്ദേഹത്തിന്. നമ്മൾ കേട്ടിട്ടുള്ള വോഡാഫോൺ ഉൾപ്പെടെയുള്ള കണ്ടിട്ടുള്ള ഒരുപാട് ഇവിടെയുള്ള എന്താ പറയാ, നമ്മുടെ മഹീന്ദ്രയുടെ ആഡ്, ഷാരൂഖ് ഖാന്റെ ദുബായ്, ഒരുവിധം എല്ലാ മേജർ ആഡ്സും ചെയ്ത ആളാണ്. അപ്പം പുള്ളി ആരാണ്? എനിക്ക് വരുന്ന മെസ്സേജസിലൊക്കെ ചേട്ടൻ പൊളിച്ചു, ചേട്ടാ CA ജോർജ് ആരാ ചേട്ടാ? ഈ അത് പുതിയൊരു കാള് തന്നെ വേണം എന്നുള്ളത് ആദ്യമേ, ഇപ്പൊ ഇത് ഈ പടത്തിന്റെ കോ ഡയറക്ടറാണ് ബ്രോ. അപ്പൊ ആദ്യമേ തൊട്ടുള്ള പക്ക ഡിസിഷൻ ഇത് പുതിയ ആള് വേണമെന്നുള്ളത്. പക്ഷെ അതൊരു വലിയ റിസ്ക്കും ഇല്ല. അതിന്റെ ഒരു രണ്ടാമതൊരു ഓപ്ഷൻ ഇപ്പൊ ലാലേട്ടന്റെ ഭാഗത്തുനിന്നാണുണ്ടാവും, നമുക്ക് വേറെ ഒരാളെ ഇട്ടുകൂടെ, അങ്ങനെ ഒരു ഓപ്ഷനൊക്കെ നമ്മൾ അതിലൂടെ ഒക്കെ പോയതാണ്. യൂഷ്വലി ഇതുവരെ കണ്ടുവന്ന മലയാള സിനിമയിൽ ഒരു സിദ്ദിഖിക്ക അല്ലെങ്കിൽ ഒരു ലാലു അലക്സ് ഇവരൊക്കെ ചെയ്യേണ്ട ക്യാരക്ടറാണ്. അല്ല, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് ആ ജോർജിന്റെ ഒരു യാത്രയുണ്ട്. അപ്പോൾ ജോർജിന്റെ ഒരു യാത്രയിൽ നമുക്ക് ഓഡിയൻസിനത് കിട്ടരുത്. കാരണം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ യാത്ര അധിക നേരമൊന്നുമില്ല, നമുക്കൊരു 15 മിനിറ്റ് ദൂരമേ ഉള്ളൂ. ആ 15 മിനിറ്റ് ദൂരം നമുക്ക് അത് ആ സീക്രസി നമുക്ക് വേണമായിരുന്നു, എന്നാലേ ആ ജോർജ് അങ്ങ് വർക്കാവുള്ളായിരുന്നു. ഓക്കെ, ഈ തുടരും എന്ന ടൈറ്റിൽ എന്തുകൊണ്ടാണ് ചോദിച്ചാൽ എന്ത് പറയും? ഈ മറ്റേ തരുൺ പറഞ്ഞാൽ നമ്മൾ വിൻറ്റേജ് എന്ന് പറഞ്ഞൊരു ടൈറ്റിലൊക്കെ പോയിരുന്നു, വേറെയും ടൈറ്റിൽസൊക്കെ ആലോചിച്ചായിരുന്നു. അങ്ങനെ ഞങ്ങൾ L360 എന്ന് പറഞ്ഞ വെച്ചിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ ഒരുപാട് പേര് വിചാരിച്ച അതാണ് പടത്തിൻ്റെ പേര്. അത് ലാലേട്ടൻ്റെ 306ാമത്തെ സിനിമ ഞങ്ങൾ വർക്കിംഗ് ടൈറ്റിലായിട്ട് വെച്ചതായിരുന്നു. ഒരുപാട് ടൈറ്റിലിൽ നമ്മൾ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെ ഈ തുടരും വന്നു കഴിഞ്ഞപ്പം അതിന് തരുണ് വെച്ച് തുടരും ഓക്കെ അല്ലേ ഏട്ടാ, തുടരും. കാരണം നമ്മൾ സിനിമ തുടങ്ങുമ്പോൾ തുടരും, തുടരും കഴിയുമ്പോഴും മോഹൻലാൽ തുടരും. അപ്പം പിന്നെ എന്തുകൊണ്ടും ആപ്റ്റായിട്ടുള്ളൊരു പേരാണ് എന്ന് എല്ലാ രീതിയിലും എല്ലാവരും ആ പേരിന് മേലെ കൺവിൻസ്ഡായി. അങ്ങനെ നമുക്ക് തുടരത്തിലേക്ക് പോവാന്നുള്ളത്. ഈ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇതിന് മുൻപ് വന്ന, നമുക്ക് ജസ്റ്റ് നടക്കാം, ഇതിന് മുൻപ് വന്ന പല 1-2 സിനിമകളാണെന്നുണ്ടെങ്കിലും 2-3 സിനിമയാണ് വലിയൊരു ഹൈപ്പിലേക്ക് പോയിട്ട് അതിന് പ്രതീക്ഷയ്ക്കൊത്ത് വരാതെ പോവുകയും സമ്മിശ്ര പ്രതികരണങ്ങളൊക്കെ വരികയും അത് ബാക്ക് ഫെയർ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഈ സിനിമയുടെ തുടക്കം മുതൽ ഇപ്പോൾ തരുണിൻ്റെ ഇൻ്റർവ്യൂ എടുക്കുമ്പോഴാണെങ്കിൽ തൊട്ട് ഇന്ന് വരെ യാതൊരു വിധത്തിലുള്ള പർപ്പസ്ഫുള്ളി ഒരു ഹൈപ്പ് കൊടുക്കുകയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുകയോ ചെയ്യാതെ അത് മനഃപൂർവ്വമായിട്ട് നിങ്ങൾ അത് അങ്ങനെ ഇരുത്തി ദൃശ്യം വന്നവരാണ് ഈ സിനിമ വന്നത്. സാധാരണ ഒരു പടം പോലെ വന്ന ഒറ്റയടി അല്ല. നമുക്ക് എന്തറിയോ, നമുക്ക് സീയിലേക്ക് നമ്മൾ വളരെ നേറ്റീവായിട്ടുള്ളൊരു ലാലേട്ടൻ. അപ്പം നമുക്ക് ഈ ഹൈപ്പ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ചില സിനിമകൾക്ക് ഹൈപ്പ് ആവശ്യമാണ്. സീയിലേക്ക് ചില സിനിമകൾ ഇപ്പം എന്നോട് എത്ര പേര് ചോദിച്ചു, നിങ്ങൾ ഭയങ്കര ഓവർ കോൺഫിഡൻ്റ് ആയിരുന്നു അല്ലേ എന്ന് പടം കാണുന്നതിൻ്റെ മുന്നേ എന്നോട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓവർ കോൺഫിഡൻസ് അല്ലേ നിങ്ങൾ കാണിക്കുന്നത്, ഒരു തരത്തിലുള്ള ആർട്ടിസ്റ്റ് പ്രൊമോഷനും ഇല്ലാതെ. ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ സിനിമയുടെ മേലെ ഞങ്ങൾ കോൺഫിഡൻ്റ് ആണ്. ജനങ്ങൾ എങ്ങനെ എടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നല്ല സിനിമകളും ഇവിടെ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. പല അവസരങ്ങളിൽ അത് എത്തായിട്ടോ അറിയാഞ്ഞിട്ടോ ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. ഓവർ കോൺഫിഡൻറ്റോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല, സിനിമയുടെ മേലെ ഞങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി ഇത് ആൾക്കാരെടുത്ത് ചെല്ലും ഈ സിനിമ എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു.
അപ്പം നമുക്കത് ബാക്ക് ഫയർ ചെയ്യോ അല്ലെങ്കിൽ വേറെ തരത്തിലേക്ക് പോവോ എന്നുള്ള ആശങ്കകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും നമുക്ക് ഇങ്ങനെ പോയാൽ പോരെ, നമുക്ക് ആദ്യം ബിൻചേട്ടാ നിങ്ങൾ ഇൻ്റർവ്യൂ കൊടുക്കുക, ഒരു നടനായിട്ട് കൊടുക്കല്ലേ, കോ ഡയറക്ടറായിട്ട് ഇൻ്റർവ്യൂ കൊടുക്കുക. അങ്ങനെയാണ് തരുൺ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ അങ്ങനെയാണ് റെഡ് എഫ് എമ്മിലും പോയതും അല്ലെങ്കിൽ മറ്റ് ഇൻ്റർവ്യൂസ് ഞാൻ അറ്റൻഡ് ചെയ്തതൊക്കെ, റിലീസിന് മുന്നേ അറ്റൻഡ് ചെയ്തതൊക്കെ ഞാൻ അങ്ങനെ ഒരു കോ ഡയറക്ടറായിട്ടാണ് ഞാൻ പോയത്. ആർട്ടിസ്റ്റായിട്ട് എന്നോട് നമുക്ക് റിലീസിൻ്റെ ശേഷം നമുക്ക് എല്ലാവരെയും മുന്നോട്ട് കൊണ്ടുവരാം, അപ്പോൾ അവർ സംസാരിക്കണം, അവർക്ക് അപ്പോൾ സംസാരിക്കാൻ പറ്റും. തീർച്ചയായും നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാൻ പറ്റില്ലേ? അത് പറ്റുന്നുണ്ട്. ആണ് നമ്മൾ വിളിച്ചപ്പോഴും ഞാൻ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഡയറക്ടറായിട്ട് സംസാരിക്കാൻ പറ്റും. റിലീസിന് ശേഷം ആണെങ്കിൽ നമുക്ക് സംസാരിക്കാം. കാരണം വെച്ചാൽ നമുക്ക് ഇപ്പോൾ ആൾക്കാർക്ക് സിനിമ അറിയാം, സോഷ്യൽ മീഡിയ മൊത്തം ആരാണ് വില്ലൻ, ആരാണ് എന്താ ചെയ്തത്, പലരും സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ഇടുന്നുണ്ട്. അപ്പം ശരിക്കും നമുക്കത് അതാണ് നല്ലതെന്ന് തോന്നി ഈ സിനിമക്ക്. ശരിക്കും ഈ പർട്ടിക്കുലർ സിനിമക്ക് അങ്ങനെ മതി. ഇപ്പോൾ ഞങ്ങൾ ഒരു എന്താ പറയുക, ഒരു ട്രെയിലർ ലോഞ്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ബുദ്ധിമുട്ടി പോകും. കാരണം ഞങ്ങൾ ഓഡിയൻസിനെ കാണിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് എന്തെങ്കിലും റിവീൽ ചെയ്യേണ്ടി വരും. അപ്പം ഈ ഒരു സർപ്രൈസ് എലിമെൻറ്റ് അല്ലെങ്കിൽ ഞങ്ങൾ വെച്ച ഒരു കുഞ്ഞ് സർപ്രൈസ് അത് പോയാലോ? ഈ പ്രകാശ് വർമ്മയെ കാസ്റ്റ് ചെയ്തതൊക്കെ ഒരു തരത്തിലും ഇതുവരെ അദ്ദേഹത്തിന്റെ ഒരു ഷോട്ട് പോലും പുറത്തു വിടാത്തതിന്റെ ഒരു രഹസ്യം എന്തുകൊണ്ടായിരുന്നു? ഞങ്ങൾ ക്യാരക്ടറായിട്ടാണെങ്കിലും ഞങ്ങൾ ഷോട്ട് മാത്രമല്ല, ഞങ്ങൾ ഇടുന്ന പോസ്റ്റിന്റെ അടിയിലുള്ള ഹാഷ്ടാഗിലോ അല്ലെങ്കിൽ മെൻഷനിങ്ങിലോ പോലും ഞങ്ങൾ പ്രകാശ് വർമ്മേനെ കൊണ്ടൊന്നുമില്ല. അതിന്റെ ഒരു റീസൺ എന്താണ് ശരിക്കും? അങ്ങനെ കൊണ്ടുവന്നാൽ ആൾക്കാർ അങ്ങനെ തെറ്റിദ്ധരിക്കൊന്നുമില്ലല്ലോ. അല്ല, പ്രകാശ് വർമ്മേനെ അറിയുന്ന ആൾക്കാരുണ്ടല്ലോ, അറിയുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഡെഫിനറ്റ്ലി ലൈക്ക് ഇയാൾ എന്താണ് ക്യാരക്ടർ ചെയ്യാൻ പോകുന്നത്, അന്വേഷണങ്ങൾ നടക്കും ഡെഫിനറ്റ്ലി. ഈവൻ ട്രെയിലർ വന്നു കഴിഞ്ഞാൽ അത് ഡീകോഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ ഡെഫിനറ്റ്ലി ലൈക്ക് അതിൻ്റെ അത് നമ്മൾ രഞ്ജിതേട്ടനൊക്കെ പറഞ്ഞ ഒരു രീതിയിലും നമ്മൾ പ്രകാശ് വർമ്മേനെ കാണിക്കുന്നില്ല. പ്രകാശ് വർമ്മ അവിടെ ഇരിക്കട്ടെ, അത് നമുക്ക് 25-ാം തീയതി എന്നാണോ ഈ സിനിമ റിലീസാവുന്നത് അന്ന് കാണിക്കാം. ഈ പ്രകാശ് വർമ്മ പറഞ്ഞു ഇത്ര കഷ്ടപ്പെട്ട എൻ്റെ ഒരെണ്ണം പോലും ഇല്ല. പ്രകാശേട്ടൻ ലൈക്ക് പുള്ളി അതിനോട് കൂടെ നിന്ന്, കാരണം പുള്ളി തന്നെ യെസ് അതാണ് അതിൻ്റെ ശരി. കാരണം പുള്ളിയും ഒരു ഡയറക്ടറാണ്. അപ്പോൾ സോ ലൈക്ക് പുള്ളിക്ക് അതിൻ്റെ എല്ലാ വശങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്നതിനെ കൊണ്ട് he was there with us. ഈ പുള്ളിക്കാരൻ്റെ വൈഫ് കൊണ്ടുപോയവിടെ തിരിച്ചു കൊണ്ടുതന്നെ ഈ റിലീസിന് ശേഷം പുള്ളിയുടെയും വൈഫിൻ്റെ ഒക്കെ ഒരു പ്രതികരണം എങ്ങനെയാണ്? കാരണം ഇന്നലെ പുള്ളി ഉണ്ടായിരുന്നു, പുള്ളിയുടെ വൈഫ് ഉണ്ടായിരുന്നു, മകളുണ്ടായിരുന്നു പടം കാണാൻ. അപ്പം ഒരു മകൻ US-ലാണ്. അവിടുന്ന് അവൻ പടം കാണാൻ വേണ്ടി തിയേറ്ററിൽ നിൽക്കുമ്പോൾ വീഡിയോ കോൾ ചെയ്തായിരുന്നു. പുള്ളിക്കാരി പറഞ്ഞ ലൈക്ക് നിങ്ങൾ രണ്ടുപേരും കുറച്ച് ദിവസം ഇവിടുന്ന് മാറി നിൽക്കുന്നത് നന്നാവും, നാട്ടിലധികം തിരിഞ്ഞു കളിക്കണ്ട. എനിക്ക് ഇന്നലെ പടം കണ്ട് ഇറങ്ങിയപ്പോൾ ഒരമ്മ വന്നിട്ട് എൻ്റെ 2 കൈ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞ് ആദ്യം കാണുമ്പം ഒരടി വെച്ച് തരണം എന്നാ. ഞാൻ ഇങ്ങനെ അയ്യോ പെട്ട. പിന്നെ നമ്മുടെ പപ്പുചേട്ടൻ്റെ മോൻ അതിനെ കൊണ്ട് ഞാൻ അതിനെക്കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ കഴിഞ്ഞപ്പോൾ ഞാൻ പ്രകാശിട്ട് ആ ഭാഗത്തേക്ക് പോണ്ട, അവിടെ ഉള്ളൊരു ലേശം കലിപ്പിലാണ്, ഇങ്ങനെ പോര് വെറുതെ അവിടെ ചെന്നൊരു അടി വാങ്ങി കൂട്ടണ്ട. ഈ ഇതിൻ്റെ അകത്ത് ഇപ്പം എനിക്ക് തോന്നുന്നു പ്രകാശ് വർമ്മയുടെ കാസ്റ്റിങ്ങിനെ പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസിൻ്റെ രീതി ഒരു തരത്തിലും ലൗഡ് ആവുന്നില്ല. ഒരു സീനുകളിലും എല്ലാ സീനുകളിലും വളരെ ചിരിച്ച് വളരെ സോഫ്റ്റായിട്ട് പുള്ളി സംസാരിക്കുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ഫീലിംഗ്, ഇയാൾ എന്തായിരിക്കും, ഇയാൾ പൊട്ടിത്തെറിച്ച് എങ്ങനെയായിരിക്കും, അങ്ങനെ ഒരു ഫീലിംഗ് ഒക്കെ വരും. ഈ ഒരു മീറ്റർ പിടിക്കേണ്ടതെന്നുള്ളത് ഏത് സമയത്താണ്? ആദ്യം തൊട്ടേ ഉണ്ട് ആ ക്യാരക്ടർ. അയാൾക്ക് നമ്മളൊരു സ്വഭാവം കൊണ്ടുവന്നിരുന്നു, അയാൾ എങ്ങനെയാന്ന് കൊണ്ടുവന്നിരുന്നു, അയാൾ ഏത് രീതിയിലായിരിക്കും അയാൾ പെരുമാറുക. അപ്പോൾ സോ ലൈക്ക് തരുൺ അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ തരുൺ ഭയങ്കര പെക്യുലറാണ്. അപ്പോൾ തരുൺ അതൊക്കെ ആദ്യമേ ഞങ്ങളുടെ അടുത്തൊക്കെ ഡിസ്കസ്ഡ് ആയിരുന്നു. നമ്മുടെ അടുത്ത് ചേട്ടാ നമ്മൾ ഇതാണ് പിടിക്കാൻ പോകുന്ന മീറ്റർ, ഈ ആളെ മീറ്റർ ഇതാണ്. എൻ്റെ അടുത്ത് പറയുമ്പോഴും ചേട്ടൻ്റെ മീറ്റർ ഇങ്ങനെയാണ്. കാരണം ലൈക്ക് ബെന്നിയും ജോർജും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ജോർജിന് അങ്ങനെ ഒരു ക്യാരക്ടർ നമ്മൾ പിടിച്ചപ്പോൾ ബെന്നീനെയും അല്ലെങ്കിൽ ഇപ്പോൾ ഈവൻ ഫറാൻ ചെയ്ത സുധീഷ് എന്നുള്ളവർക്ക് ഇവർ 3 പേർക്കും 3 സ്വഭാവമുണ്ട്. ഒരാൾ ബ്ലാക്കാണ്, ജോർജ് ബ്ലാക്കാണ്, ബെന്നി ഗ്രേ ആണ്, സുധീഷ് വൈറ്റാണ്. കാരണം സുധീഷിൽ നന്മയുണ്ട്. കാരണം അവൻ പാവം ഒന്നും അറിയാത്തൊരു പയ്യനായിരുന്നു, അവനെ പെടുത്തിയതാണ്, അവനൊന്നും അറിയില്ല, അവൻ പറയുന്നതാണ് സത്യം,
നല്ലൊരു ചെറുപ്പക്കാരനാണ്, അവൻ അറിയാത്തൊരു ആണ്. ബെന്നി ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്, ഇടയ്ക്ക് അയാൾ റിയലൈസ് ചെയ്യുന്നുണ്ട് എന്താണ് എന്നുള്ളത്. പക്ഷെ അയാൾ കുറച്ച് വിക്കറ്റ് ആയതിനെ കൊണ്ട് തന്നെയാണ്, അയാളെ സ്വഭാവത്തിൽ ആ ഒരു കറയുള്ളതിനെ കൊണ്ട് തന്നെയാണ് തിരിച്ച് പിന്നെയും വീണ്ടും അങ്ങോട്ട് പോകുന്നുണ്ട്. 2-3 പോയിന്റിൽ അയാൾ മാറുന്നുണ്ട്. അയാള് നന്നാവോ, നന്നാവൂല, നന്നാവാൻ തീരുമാനിച്ചിട്ടില്ല അയാൾ. കാരണം ഒരു പോയിന്റിൽ ആ നായിന്റെ ഇയാള് മാറി, അടുത്ത പോയിന്റ് വീണ്ടും തിരിഞ്ഞ് കള്ള കഴിവേറി എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ആള് പിന്നെയും ആള് ഫ്ലിപ്പായിട്ട് വീണ്ടും പഴയ സ്വഭാവത്തിലേക്ക് തന്നെ ആള് വരും. അപ്പം ഈ തുടക്കത്തിലൊക്കെ തരുണിൻ്റെ ചേട്ടാ ഇങ്ങനെ ഇത് പിടിച്ചോ, ഈ ഒരു ആറ്റിറ്റ്യൂഡ് പിടിച്ചോ, ഇങ്ങനെയാണ് ഇയാൾ പോവുക. ഓക്കെ. കാരണം വെച്ചാൽ നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കണ്ടേ. അപ്പം എന്തായി ഈ കോ ഡയറക്ടറും കൂടി ആണെങ്കിൽ നമ്മൾ സീനും കൂടി സെറ്റ് ചെയ്ത് എല്ലാം ഓടി നടന്ന് നമ്മളൊന്ന് ഇട്ടൊന്ന് പാക്കുക, ഓക്കെ റെഡി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ലൈക്ക് ഓരോ ആൾക്കാർക്കും നമ്മൾ ഓരോരുത്തരെ പിടിക്കുമ്പോഴും അവർ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മീറ്റർ മതി എന്നുള്ളത് ആദ്യമേ തീരുമാനിച്ചായിരുന്നു. ഇപ്പോൾ നമുക്കിതിൽ ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ ചിരി കിട്ടിയ 1-2 ഡയലോഗുകളാണ്. ഒന്ന് ഗോ ടു യുവർ ക്ലാസ്സസ് ഓഫ് കോഴ്സ് ഉണ്ട്, അത് ഭയങ്കര കൗതുകമായിരുന്നു. പിന്നീട് ആൾക്കാരങ്ങ് ഒരു സെൽഫ് ട്രോൾ പോലെ പറഞ്ഞ് ചിരി കിട്ടിയതാണ്. കുറച്ച് വിഷമിച്ചിട്ട് കുറച്ച് കഞ്ഞിരിക്കട്ടെ എന്ന് ചോദിക്കുന്നത്. ആ കഞ്ഞിരിക്കണ്ട ചിരി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ വെട്ടിയിട്ട വാഴത്തണ്ട് കണ്ടിട്ട് വല്ല കാര്യമുണ്ടോ? ഈ ചില സിനിമകളിൽ മൂവി റെഫറൻസോ ഡയലോഗ്സോ വന്നു കഴിയുമ്പോൾ ആൾക്കാർക്ക് കുറച്ച് അയ്യോ ഇത് വേണം, ഒരു ഓവർ ആവുന്ന ഫീൽ ഉണ്ട്. പക്ഷെ ഇതിലെല്ലാത്തിലും ചിരിയായിരുന്നു. അല്ല നമ്മൾ അത് ഇതൊക്കെ സ്ക്രിപ്റ്റിലായിട്ട് തന്നെ ഉള്ളതാണ്. അത് തരുണിന് നമ്മളാ കിടക്കുന്ന ആ ഷോട്ട്, അത് ആ ഒരു പരിപാടി എടുക്കുമ്പം മാമ് വന്ന് ഇത് സംസാരിച്ച് അവിടെ കിടക്കണം. അപ്പം തരുണിൻ്റെ അടുത്ത് വെച്ച് ലേശം കഞ്ഞി എടുക്കട്ടെ എന്ന് മാമിനെ കൊണ്ട് ചോദിപ്പിച്ചാലോ? മതി, ലാലേട്ടനോട് പറയട്ടെ. സ്വാഭാവികമായിട്ട് നമുക്കത് ലാലേട്ടനോട് പറയട്ടെ. എന്നാ ചേട്ടൻ തന്നെ പറ. അവൻ ആദ്യം ശരി, അവർ പള്ളി പറഞ്ഞാൽ മതി, അവർ ഈ തന്നെ പറഞ്ഞാൽ മതി, ഞാൻ വാ 2 കൂടി പോകാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മാമും ലാലേട്ടനും അവിടെ ഇരിക്കണ്ടായിരുന്നു. ഞങ്ങൾ 2 കൂടി തന്നെയാണ് പോയത്. ഞങ്ങൾ ചെന്ന് അവന് തുടങ്ങിയോ സാറേ തന്നെ ലാടാ ഇങ്ങനെ മാം ഇങ്ങനെ വന്ന് ഇങ്ങനെ കിടക്കുമ്പം ആദ്യം ഇത്തിരി കഞ്ഞി എടുക്കട്ടെ. ആ മോനെ കൊള്ളാം. ലൈക്ക് ഞങ്ങൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. കാരണം അതിലേക്ക് ഒരു ട്രോൾ സ്വഭാവമുള്ള ഒരു സാധനമാണല്ലോ. സ്വഭാവമുള്ളതല്ല, ലാലേട്ടൻ്റെ സജഷനായിരുന്നു വെട്ടിട്ട വഴുതട്ട. ലാലേട്ടൻ്റെ സജഷനായിരുന്നു അത്. തരുണിൻ്റെ അല്ല, എൻ്റെയും അല്ല, ആരും അല്ല, അത് ലാലേട്ടൻ്റെ സജഷനായിരുന്നു. കഞ്ഞി ഫ്രം തരുണ, കഞ്ഞി ഒരു സെൽഫ് ട്രോള്. അപ്പം പുള്ളി അത് ഭയങ്കര രസമായിട്ട് മാം അത് ചോദിക്കുകയും ചെയ്തു. ലാലേട്ടൻ അത് ഭയങ്കര രസമായിട്ട് അതിന്റെ എന്തുവാണ് അത് ഭയങ്കര രസമായിട്ട് അത് പോയി. കാരണം ഇപ്പൊ ഗോ ടു ക്ലാസ്സസ് ലൈക്ക് പിള്ളേരോട് കയറാം, വണ്ടി കയറാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഗോ ടു ക്ലാസ്സസ്. കാരണം ലൈക്ക് നമുക്ക് അങ്ങനെ ഈ 3 ഡയലോഗും നിത്യജീവിതത്തിൽ മലയാളി പറയുന്ന കാര്യങ്ങളാണ്. നമ്മളും അത് ഇപ്പൊ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കയറി പോടാ ഗോ ടു ക്ലാസ്സസ് എന്ന് പറയുന്നത് നമ്മളത് യൂസ് ചെയ്യുന്നതാണ്. അപ്പം അവനത് പുള്ളി അത് പറഞ്ഞതിനെ കൊണ്ടോ അല്ലെങ്കിൽ പുള്ളിയെ കൊണ്ടോ അത് പറയിപ്പിച്ചതിനെ കൊണ്ടോ നമ്മൾ ഈ സിനിമയിൽ മൊത്തമായും നമ്മൾ ലാലേട്ടൻ്റെ പഴയ സിനിമകളിലെ റെഫറൻസ് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെക്കുക, അല്ലെങ്കിൽ ലാലേട്ടനെ കൊണ്ട് അത് ചെയ്യുക, അങ്ങനെ ഒരു പരിപാടി തുടക്കത്തിലേ ഇല്ല. ഞങ്ങളത് ചിന്തിച്ചിട്ട് പോലും ഇല്ല. കാരണം ഒരു ഷോട്ട് പോലും ഞങ്ങളങ്ങനെ എവിടുന്നെങ്കിലും എടുത്തെന്ന് ആർക്കും തോന്നരുത്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന മൂവി റെഫറൻസാണ് നമ്മൾ പിടിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പിടിക്കാം എന്നൊന്നും ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. കാരണം നമ്മൾ ആ സുനിലേട്ടനും തരുണും കൂടിയും എഴുതി വെച്ച സ്ക്രിപ്റ്റിനെ ഫോളോ ചെയ്തിട്ടാണ് ഞങ്ങളെല്ലാവരും പോയത്. ഇവനിലൊക്കെ എല്ലാവരും ആ ഒരു പ്രോസസ്സിലാണ് നിന്നത്. അപ്പം അങ്ങനെ അങ്ങ് പോയി. ഇപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് എത്രത്തോളം എടുത്തു പറയാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും ഒരു കാര്യമായ സസ്പെൻസ് ഒന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് തൊട്ടുതൊടിച്ച് പറയാം. ഇപ്പോൾ സെക്കൻഡ് ഹാഫിൽ ചില സീക്വൻസുകളിൽ ഇപ്പോൾ ശോഭന മാമുമായിട്ടുള്ള കോമ്പിനേഷൻ വരുന്ന ചില പോലീസ് സ്റ്റേഷൻ സീക്വൻസുകളുണ്ട്. ഇപ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്നത് ലെജൻഡ് ശോഭനയാണ്. ശോഭന മാം പോലൊരു വ്യക്തിയാണ്. എന്നാൽ പറയുന്ന ഡയലോഗുകളും ചെയ്യേണ്ട കാര്യങ്ങളും കുറച്ച് അങ്ങ് എൻഡിൽ ഈ ശോഭന മാമിലേക്ക് വരുന്നതിന് മുന്നേ പടത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഞാൻ ലാലേട്ടൻ്റെ മറ്റേ ഷർട്ട് പിടിക്കുന്ന ലൈക്ക് നമ്മളെ കംഫർട്ടബിൾ ആക്കുക. ഈ പറയുന്നില്ലേ, അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള്
നമ്മളത് കംഫർട്ടബിൾ ആക്കി തരുന്നത് എന്ന് പറയുന്ന പരിപാടിയായിരുന്നു ലാലേട്ടൻ അവിടെ എനിക്ക് വേണ്ടി ചെയ്തു തന്നത്. അതിലേക്ക് എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ അത് ബിനു എന്ന് പറഞ്ഞ ആൾക്കല്ല, ലാലേട്ടൻ്റെ ഓപ്പോസിറ്റ് നിന്ന ആക്ടർക്ക് വേണ്ടിയിട്ട് ലാലേട്ടൻ നിന്നത്. കാരണം പുള്ളി നിന്ന് കഴിഞ്ഞാൽ മോനെ ഇവിടുന്ന് എൻ്റെ ഷർട്ട് എത്തുമോ, പിടിക്കാൻ പറ്റുമോ? കാരണം വെച്ചാൽ ഒന്ന് അത്ര ആൾക്കാരുണ്ട്, ഒരു സ്ട്രഗിളാണ്. അപ്പോൾ ആ സ്ട്രഗിളിൽ ഞാൻ ആ ഷർട്ട് പിടിക്കുക എന്ന് പറയുന്നത് കറക്റ്റായിട്ട് എനിക്ക് ഷർട്ട് കിട്ടിയില്ലെങ്കിൽ അത് ടേക്ക് വീണ്ടും പോകേണ്ടി വരും. അപ്പം പുള്ളി ഒന്നും കൂടിയും ഒരു ബട്ടൺ ലൂസാക്കി ഒന്ന് നീക്കിയൊക്കെ വെച്ച് അപ്പോൾ നമ്മളെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ അവർ കംഫർട്ടബിൾ ആക്കും. കാരണം ലൈക്ക് ദെന്നുള്ളി ലൈക്ക് നല്ല പെർഫോമൻസ് അവിടെ വരുള്ളൂ. ലൈക്ക് രണ്ടുപേരും അതൊരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. തീർച്ചയായിട്ടും ഞാൻ പറയുന്ന അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളോ അല്ലെങ്കിൽ ഞാൻ കാട്ടിക്കൂട്ടുന്ന കാട്ടായങ്ങൾക്കാണ് പുള്ളി റിയാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ സോ ഡെഫിനറ്റ്ലി നല്ലത് കിട്ടിയാൽ പുള്ളി നല്ലത് ഡെഫിനറ്റ്ലി സൂപ്പർ ഗുഡ് പുള്ളീൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏത് ലെജൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എനി ഗുഡ് ആർട്ടിസ്റ്റിൻ്റെ അടുത്തോ നമുക്കത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ലൈക്ക് ഈ ഒരു ഇവരൊക്കെ ഇങ്ങനെ നമ്മൾ ഈ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഈ സിനിമയ്ക്ക്. കാരണം കയറി ഷർട്ട് പിടിക്കുക, മറ്റേ സീനിൽ താനാരോട് ഇരിക്കുക, ഇങ്ങനത്തെ കുറേ പരിപാടികൾ. മാമിൻ്റെ ഈ പരിപാടിയിൽ വരുമ്പോൾ മാമിനെ ഞാൻ ചോദ്യം ചെയ്യുന്ന പരിപാടിയിൽ ഞാൻ മാമിൻ്റെ കാലിൽ ചവിട്ടണം. ഈ ചവിട്ടണം മാമ് വിരലിൽ മിഞ്ചിട്ട ആ മോതിരം അല്ല മനസ്സിലേക്ക് കാലിലിടുന്ന ആ സാധനം. അപ്പം ഡെഫിനറ്റ്ലി ഞാൻ പോലീസ് ഷൂസാണ് ഇട്ടേക്കണത്. ചവിട്ട് വരുമ്പം അത് ക്യാമറയിൽ കാണുമ്പോൾ നമുക്ക് ചവിട്ടുന്ന ഫീല് വേണം, ഇമ്പാക്റ്റ് വേണം. അപ്പം നമുക്ക് അന്ന് 2 ക്യാമറ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം കാലിലൊരു ഷോട്ട് വെച്ചിട്ടുണ്ട്, മാമിൻ്റെ സജഷനിൽ എനിക്ക് സജഷൻ ക്ലോസും വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ വൻ ക്രൂരനായിട്ട് ഭയങ്കര പരിപാടിയൊക്കെ പിടിച്ച് എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ്. മാമിൻ്റെ കൈ പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ തിരിക്കുന്ന പരിപാടിയിൽ മാമിൻ്റെ കൈ ഞാൻ മാമ കുപ്പിവള ഇട്ടുണ്ട്. ആ ഫസ്റ്റ് പിടുത്തത്തിൽ തന്നെ കുപ്പിവള പൊട്ടി മാമിൻ്റെ കയ്യിൽ ചെറുങ്ങനെ ഒരു കട്ടും ഒരു ചെറിയൊരു മുറിവും ആയി. ഞാൻ ഇതിങ്ങനെ പിടിച്ച് ഞാനിങ്ങനെ തിരിക്കുന്ന ഇതിൽ മാമിന് ശരിക്കും വേദനിച്ച്. കാരണം നമ്മളാ ഫോഴ്സ് നമ്മൾ കൊടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി ലൈക്ക് അവർക്ക് വേദനിക്കും. ഞാൻ ഇങ്ങനെ കൈ പിടിച്ചിങ്ങനെ തിരിക്കുന്നതിൽ മാം എൻ്റെ അടുത്ത് പറയുന്ന ഡയലോഗ് എന്താണെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് നിന്നിട്ട് മാമിൻ്റെ ഡേയ് കയ്യ വിടറാ, ചോക്ലേറ്റ് വാങ്ങിക്കൊടുറാ, കയ്യ വിടറാ, ഇന്നേക്ക് ദുർഗാഷ്ടമി കയ്യ വിടറാ. എനിക്കാണെങ്കിൽ ചിരിക്കാനും പറ്റൂല. ഞാൻ കട്ടു പറഞ്ഞു അവൻ്റെ ദൈവത്തോർത്തതൊന്നും പറയല്ലേ, ഇന്നേക്ക് ദുർഗാഷ്ടമി കൈ വിടറാ. അത് ഫുൾ ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കണം, ചോക്ലേറ്റ് ആ ടിപ്പിക്കൽ ആ തമിഴ് രീതിയിൽ ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കണം. ഇപ്പോൾ ബിനു പപ്പു എന്ന ഒരു നടൻ്റെ കരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ഗുണ്ട എന്ന് പറഞ്ഞ സിനിമയിലാണ് ആദ്യം വരുന്നത്. 2013 ഗുണ്ടയിൽ വരുന്നു. പിന്നീട് ഈ ഇവിടം വരെ തുടരും എത്തി നിൽക്കുമ്പോൾ നടനായിട്ടും സഹസംവിധായകനായിട്ടും സംവിധാന സഹായിയായിട്ടും ഒക്കെ ഒരുപാട് സിനിമകൾ കഴിഞ്ഞു. ഇപ്പോൾ അടുത്തത് തരുൺ തന്നെ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ തരുണിൻ്റെ അടുത്ത സിനിമ എഴുതുന്നത് ബിനു പപ്പു ആണ് അല്ലേ? ഒഫീഷ്യലി അത് വലിയ ഒരു അത്യാവശ്യം താരങ്ങളൊക്കെ ഉള്ള സിനിമയാണെന്നാണ് തരുൺ പറഞ്ഞത്. എത്രത്തോളം റിവീൽ ചെയ്യാൻ പറ്റും നമുക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ജേണി നോക്കി കാണുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് പടത്തിൽ താങ്കൾ ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കുന്നുണ്ട്. അഭിനയിക്കുന്ന സിനിമകളിൽ തന്നെ ഇനി കുറച്ചുകൂടി ക്യാമറയ്ക്ക് പിന്നണിയിൽ ഇപ്പം കുതിരവട്ടം പപ്പു സാറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു എന്താണ് ഒരുപാട് ഗ്രേറ്റ് കൊമേഡിയൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു വലിയ ക്യാരക്ടർ റോൾ ചെയ്തിട്ടുള്ള ആൾക്കാർ നമ്മളെ കരയിപ്പിച്ചിട്ടുള്ള ചിരിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം നടനെന്നുള്ള രീതിയിലാണ് കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നത് താങ്കൾ കുറച്ചുകൂടി ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കാൻ കുറച്ചുകൂടി എക്സൈറ്റ്മെൻറ്റ് കണ്ടെത്തുന്ന വ്യക്തിയാണ്. ഞാൻ ക്യാമറക്ക് പുറകിൽ നിൽക്കുമ്പോഴാണ് ആ ഒരു ഹൈ കിട്ടുന്നത്. മോറോവർ എനിക്ക് വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, ക്യാമറേൻ്റെ പുറകിൽ വർക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ലൈക്ക് അതിലൊരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ലൈക്ക് ഈ ഡയറക്ഷൻ സൈഡിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ ഒരു സിനിമ സംവിധാനം ചെയ്യാമെന്ന് മാത്രമല്ല പഠിക്കുന്നത്, പീപ്പിൾ മാനേജ്മെൻറ്റ് പഠിക്കുന്നുണ്ട്. നമ്മൾ ഒരു പടം ചാർട്ട് ചെയ്യുന്നുണ്ട്. 250ഓളം ക്രൂ ഉള്ള ഞങ്ങളുടെ തുടരും എന്ന് പറയുന്ന സിനിമ എൻ്റെ ചാർട്ടിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്ന സമയത്താണ് അവരെല്ലാവരും ഇറങ്ങുന്നത്, ലാലേട്ടൻ ഇറങ്ങുന്നത്, ശോഭന ഇറങ്ങുന്നത്, അല്ലെങ്കിൽ എല്ലാവരും ആ ഒരു അതെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത്. നമ്മളൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ നമുക്ക് ഇപ്പം നാളത്തെ ഷോട്ടിന് നമുക്ക് ഇങ്ങനൊരു സാധനം വേണം എന്ന് നമ്മൾ പറയുമ്പോൾ അത് സ്ക്രിപ്റ്റിൽ ഉണ്ടാകുന്ന സംഗതി അങ്ങനെ പറയുമ്പോൾ അത് ഇന്ന് കൊണ്ടുവന്ന് അത് ഇന്ന് ഷൂട്ട് ചെയ്യാണ്ട് അത് തിരിച്ചയച്ചു കഴിഞ്ഞാൽ അതിനൊരു നഷ്ടം വരും. അതും നമുക്ക് എല്ലാ തരത്തിലുള്ള മാനേജ്മെൻറ്റും മണി മാനേജ്മെൻറ്റും എല്ലാം നമ്മൾ അതിലേക്ക്
ശ്രദ്ധ വരുന്നുണ്ട്. അപ്പോൾ സോ ലൈക്ക് അത് എന്തോ അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്, അത് ഭയങ്കര ഹൈയും തരുന്നുണ്ട്. അച്ഛനെ പറ്റി പറയണം. അച്ഛനിലെ നടൻ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? ഓഫ് കോഴ്സ് ഉണ്ടാവും, പക്ഷേ എന്തൊക്കെയായിരിക്കും ഒരു പക്ഷേ എടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പോസിറ്റീവ് ക്വാളിറ്റീസ്? ഞാൻ ലൈക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ലൈക്ക് ഞാൻ അങ്ങനെ ചെയ്തു നോക്കിയാലോ, അച്ഛൻ്റെ ഏതെങ്കിലും സിനിമയിൽ അച്ഛൻ എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ട് ചെയ്തു നോക്കിയാലോ എന്നുള്ളതിന് ഞാൻ വളരെയധികം ഭയപ്പെടുന്നു. കാരണം അത് എനിക്ക് തിരിച്ചടിയാവുള്ളൂ. കാരണം അതങ്ങനെയാണ് ചെയ്തു വെച്ചേക്കണത്. അവരുടെ ഒരു എറ എന്തായിരുന്നു അത് കാരണം അതിന് അവർക്ക് ഒരുപാട് ഗിവ് ആൻഡ് ടേക്സ് ഉണ്ടായിരുന്നു അവരെ കൂടെ. ഇപ്പം ഞങ്ങളിപ്പം റിലീസിൻ്റെ തലേന്ന് ഞങ്ങൾ എഡീസ് എല്ലാവരും വീട്ടിലിരുന്ന് ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഏതെങ്കിലും സിനിമ ഇടണമെന്ന് പറഞ്ഞപ്പോൾ യൂട്യൂബിൽ യാദൃശ്ചികമായിട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ ഡോക്ടർ പശുപതിയാണ്. അപ്പോൾ ഞങ്ങളത് ഇട്ട് കണ്ട് അപ്പം ലൈക്ക് അതിൻ്റെ അകത്ത് ഇവരൊക്കെ ഇപ്പം ജഗതി ചേട്ടനാണെങ്കിലും ജഗദീഷ് ചേട്ടനാണെങ്കിലും അച്ഛനാണെങ്കിലും ഇവർ ഒരു ഗ്യാങ് ആണ്. ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള ഗിവ് ആൻഡ് ടേക്സ് ഭയങ്കര രസമുള്ള ഭയങ്കര രസമുള്ള പരിപാടിയാണ്. അപ്പം കാരണം അവർക്ക് അതൊരു ഒരു ഒരു ഫൺ മാനറാണ്, അല്ലെങ്കിൽ അവർക്കത് ഒരു വേറെ തന്നെ ലീഗുള്ള ആക്ടേഴ്സാണ്. ലൈക്ക് നമ്മൾ ആരും മോശക്കാരനാക്കുന്നു അല്ലെങ്കിൽ അതൊന്നുമല്ല, ലൈക്ക് അവർ വേറെ ലീഗിലുള്ള ആക്ടേഴ്സാണ്. ലൈക്ക് ഭയങ്കര പൈനിയേഴ്സ് അവർ ഇതിൻ്റെ ഈ കാര്യത്തിൽ. അവർക്ക് സിറ്റുവേഷനിൽ ഓരങ്ങോട്ട് കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ ഓരങ്ങോട്ട് ജീവിച്ച് മരിച്ച് തീർത്തങ്ങോട്ട് കൈമ തരും. അങ്ങനത്തെ ആൾക്കാരായതിനെ കൊണ്ട് ഞാൻ ഒരിക്കലും അച്ഛൻ്റെ ആക്ടിങ് പാറ്റേണിനെയോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ചില വാക്കുകൾ പറയുമ്പോൾ നീട്ടൽ എനിക്ക് അത് വരാറുണ്ട്. അത് കേൾക്കുമ്പം ചിലവരെന്നോട് പറയാനുണ്ട് ഇത് എൻ്റെ അച്ഛൻ പറയുന്ന മാതിരി ഉണ്ടല്ലോ. ഇപ്പോൾ തുടരത്തിൻ്റെ അകത്ത് തന്നെ ലാലേട്ടൻ വണ്ടീൻ്റെ അകത്തുനിന്ന് എന്നോട് വണ്ടീൻ്റെ അകത്തുനിന്ന് കുടിക്കാറില്ല പറയുമ്പോൾ ഞാൻ ആഹാ എന്ന് പറയുന്നുണ്ട്. അത് അച്ഛൻ ഒരുപാട് സിനിമയിൽ അതങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതെനിക്ക് ഓട്ടോമാറ്റിക്കലി വന്നു. അത്തരം കാര്യങ്ങളല്ലാണ്ട് കഴിവതും ഞാൻ അത് പഠിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ആരോഗ്യത്തിന് നല്ലത്. അതാണ് നല്ലത്. അപ്പം ഞാൻ എൻ്റെ വഴി കൂടെ അങ്ങനെ പോവുകയാണ്. ഞാനങ്ങനെ പോയിക്കോട്ടെ. ഈ സിനിമകളെ പറ്റി പറയുമ്പോൾ തരുൺമൂർത്തിയായിട്ടുള്ള ആ ഒരു കെമിസ്ട്രി, ആ ഒരു ബന്ധം, ആ ഒരു രസച്ചരട് എന്താണ്? ഇപ്പം ജാവേൽ തുടങ്ങി പിന്നീട് മറ്റേ സഹസംവിധായകനായിരുന്നു, കോ ഡയറക്ടർ ആവുന്നു. ഈ നിങ്ങൾ നമ്മുടെ ഒരു ബോണ്ടിങ് എങ്ങനെയാണ് ശരിക്കും വർക്കൗട്ട് ആവുന്നത്? എനിക്ക് തരുണിനെ മുൻപിനെ അറിയാത്ത ഒരാളാണ്. വണ്ണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തരുണിൻ്റെ ഒരു ഫോൺ കോളിലൂടെയാണ് ഞാൻ തരുണിനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ജാവയുടെ ഷൂട്ടിന് മുന്നേ ഞാൻ എറണാകുളത്തൂടെ പാസ് ചെയ്യുമ്പം വണ്ടി നിർത്തി തരുൺ അന്ന് കാക്കനാട് താമസിച്ചുകൊണ്ടിരിക്കുന്ന ഫ്ലാറ്റിൻ്റെ താഴെ വെയിറ്റ് ചെയ്തു. തരുൺ വന്നു, സ്ക്രിപ്റ്റ് വന്നു, ഹലോ ചേട്ടാ, ഹലോ ഹലോ എന്ന് പറയുന്നു. ഞാൻ ശരി എന്ന് പറഞ്ഞ് ഞാൻ വണ്ടി എടുത്ത് പോകുന്നു. ഷൂട്ടിൻ്റെ ഫസ്റ്റ് ഡേ കാണുന്നു. അങ്ങനെയാണ് പരിചയം. അത്രയേ ഉള്ളുമായിരുന്നു പരിചയം. പിന്നെ ജാവ ഞങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് അടുപ്പിച്ചു. ലൈക്ക് ഞങ്ങളെന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ലുക്കു, പ്രശാന്ത് ഏട്ടൻ, ഇർഷാദ് ഖാൻ, ഞങ്ങളെല്ലാവരും, ബാലു. അപ്പം ഞങ്ങൾ അത് ഭയങ്കര രസമായിട്ടാണ് ആ പടം. ആദ്യത്തെ 4 ദിവസം ഞങ്ങളൊക്കെ ലേശം മസലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് പിന്നെ എല്ലാവരും ജെല്ലായി കഴിഞ്ഞു. അത് ഭയങ്കര രസമായിട്ട് മുന്നോട്ട് പോയി. ഞാൻ വീണ്ടും സൗദി വന്നു. സൗദി വന്നപ്പോൾ ഞാൻ ആദ്യം സൗദിയിലില്ലായിരുന്നു. ഞാൻ വിനോദ് സാഗർ ചെയ്ത ജഡ്ജിൻ്റെ റോളായിരുന്നു എൻ്റെ. ഓക്കെ. ദെൻ ലേറ്റർ ആ റോൾ അഭിനയിക്കാൻ വെച്ച ആള് റോഷൻ ആൻഡ്രൂ സാറായിരുന്നു എൻ്റെ റോൾ ചെയ്യേണ്ടത്. അപ്പം പുള്ളി സാറ്റർഡേ നൈറ്റ് പടത്തിൻ്റെ ഷൂട്ട് ഓണായപ്പം പുള്ളിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ വന്നപ്പം തരുൺ എന്നെ വിളിച്ചു പറഞ്ഞു, ബ്രിട്ടോ വിൻസെൻ്റ് നിങ്ങളാണ് ചെയ്യുന്നത്. ഓക്കെ. ആ സമയത്ത് വർക്ക് ചെയ്യണ്ടായിരുന്നു? ഇല്ല, ഒന്നുമില്ല. ഞാൻ ആ സമയത്ത് പുഴൂല് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കടെ പുഴൂല് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് എന്നെ തരുൺ വിളിച്ച് ഒന്ന് കാണണം എന്ന് പറഞ്ഞ് വിളിച്ച്. ഞാൻ തേവരെ പോയി കണ്ടപ്പോഴാണ് തരുൺ പറഞ്ഞത്, നിങ്ങളാണ് ബ്രിട്ടോ വിൻസെൻ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ്. അന്ന് ഇവൻ ഈ കഥ എൻ്റെ അടുത്ത് ആദ്യം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു പരിപാടിയാണ് ചെയ്യാൻ പോകുന്നതെന്ന്. പിന്നെ അന്നതൊക്കെ അവൻ ഒന്നും കൂടിയും ഫൈനൽ ഒരു റീഡിങ് അവൻ തന്നപ്പം ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ വർക്ക് ചെയ്യണോ തരണം ഇതിലെന്ന് ചോദിച്ചു. കാരണം ലൈക്ക് ക്വൈറ്റ് ഇൻട്രസ്റ്റിങ് ആ സ്ക്രിപ്റ്റ്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വർക്ക് ചെയ്യണമെന്ന് ചോദിച്ചു.
ഇല്ലേട്ടാ ടീമൊക്കെ സെറ്റാണെന്ന് പറഞ്ഞു. ഷൂട്ട് തുടങ്ങുന്നത് തന്നെ 4 പേർക്ക് കോവിഡ് ആയിട്ടാണ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന്. ഷൂട്ട് തുടങ്ങുമ്പോൾ തന്നെ പകുതി അസിസ്റ്റൻസും ഇല്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പം അപ്പം ചീഫായിട്ട് നിന്ന ആൾക്ക് ചില സാങ്കേതിക കാരണത്താൽ മാറേണ്ടി വന്നു. ഷൂട്ട് തുടങ്ങി 10 ദിവസം കഴിഞ്ഞപ്പം ഞാൻ തരുണിനോട് ചോദിച്ചു, ചേട്ടാ ഏറ്റെടുക്കാവോ? ഞാൻ പറഞ്ഞു, നിന്നോട് ഞാൻ മലയാളത്തിൽ തന്നെയല്ലടാ അന്ന് ചോദിച്ചത്, മലയാളത്തിൽ തന്നെയല്ലടാ ഞാൻ ചോദിച്ചത്. ലൈക്ക് ഞാൻ അതിൻ്റെ ചീഫാവുന്നു. ദെൻ ലൈക്ക് ആ ജേണി കണ്ടിന്യൂ ചെയ്യുന്നു. സോ ലൈക്ക് ആ ജേണി കണ്ടിന്യൂ ചെയ്ത് ഞാൻ എഴുതുന്ന പരിപാടി തരുണിനോട് പറയുന്നു. തരുണിനെ കൊണ്ട് തരുൺ ഡയറക്റ്റ് ചെയ്യാൻ ഞാൻ ഡിസിഷൻ എടുക്കുന്നു, നീ ഡയറക്റ്റ് ചെയ്യും, ഞാൻ എഴുതാം എന്ന് പറയുന്നു. അതിൻ്റെ ഇടയിൽ നമുക്ക് തുടരും വന്ന് കയറുന്നു. പുള്ളി പറഞ്ഞു, ചേട്ടാ അഭിനയിച്ചാൽ മാത്രം പോരാ, കോ ഡയറക്ടറായിട്ടും കൂടെ വേണം എന്ന് പറഞ്ഞു. സോ ലൈക്ക് ഇറ്റ്സ് എ ബ്ലെസ്സിങ്. ലൈക്ക് സീരിയസ്ലി ലൈക്ക് നമുക്ക് നല്ല കൂട്ടുകാർ ചിലപ്പോൾ നമുക്ക് വർഷങ്ങളായിട്ടുള്ള നല്ല കൂട്ടുകാരുണ്ടാവും, 2 ദിവസം കൊണ്ട് പരിചയപ്പെട്ട നല്ല കൂട്ടുകാരും ഉണ്ടാവും. സോ ലൈക്ക് തരുണായിട്ട് വേറെ തന്നെ ലൈക്ക് ഹാവ് എ ഗുഡ് ബോണ്ടിങ് വിത്ത് തരുൺ. ലൈക്ക് നല്ല സൗഹൃദങ്ങളിൽ നിന്നാണ് ഒരുപക്ഷെ നല്ല സിനിമകൾ ഉണ്ടാകുന്നത്. എഴുതുന്ന സിനിമയും അതുപോലെ തന്നെ നല്ലൊരു ഇതാണ്, വിജയമായി തന്നെ തീരട്ടെ. താങ്ക് യു. സംവിധാനവും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഉടനെ. ഉടനെ ഒന്നും ആക്കല്ലേ, ആദ്യം ഇത് തീരട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഇതുവരെ ലാലേട്ടനോ ശോഭന മാമോ ഒന്നും പ്രൊമോഷൻ്റെ കാര്യങ്ങളായിട്ട് ഒന്നും ഇറങ്ങിയിട്ടില്ല. പടം ഇത്രയും അഭിപ്രായം കിട്ടി. ഇനി മുമ്പോട്ടുള്ള പ്രൊമോഷൻ പ്ലാനുകൾ എന്താണ്? ഈ ലാലേട്ടൻ വരുന്നുണ്ടോ പ്രൊമോട്ട്? പറഞ്ഞില്ല, എനിക്ക് തമ്മിൽ കൊടുക്കാനെങ്കിലും പറഞ്ഞില്ല. ലൈക്ക് ലാലേട്ടൻ ഇന്നലെ രാത്രി പടം കണ്ടു, പൂനെയിൽ നിന്ന് പടം കണ്ടു. കാരണം അവരെ ഫുൾ ഹൃദയപൂർവ്വത്തിൻ്റെ ക്രൂ ആയിട്ട് ഇന്നലെ അവിടുന്ന് പടം കണ്ടു. അപ്പം അവിടുത്തെ ഷൂട്ട് കഴിഞ്ഞാലേ നമുക്ക് ലാലേട്ടനെ ഇങ്ങോട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് അത് നിർത്തി വെച്ചിട്ട് ഇങ്ങോട്ട് വാ എന്ന് പറയാൻ അത് വരാൻ സാധ്യതകളുണ്ട്. പ്രസ് മീറ്റുള്ള സാധ്യതകൾ കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു സാധ്യതകൾ കിടക്കുന്നുണ്ട്. തീർച്ചയായും പലതും കിടക്കുന്നുണ്ട്. അതെ, അപ്പോൾ ലാലേട്ടനൊക്കെ പ്രതീക്ഷിക്കാം. പിന്നെ ലാലേട്ടൻ വരണേ, ലാലേട്ടൻ വരണോ? കാരണം തീർച്ചയായും, കാരണം നമുക്ക് നമ്മളെ പടത്തിൻ്റെ നെടുന്തൂണല്ലേ, മലയാള സിനിമയുടെ നെടുന്തൂണാണ്. ഈ തോളി ധരിച്ച കുറച്ചുകൂടെ ചെയ്യാൻ പറഞ്ഞതൊക്കെയുള്ള സീക്വൻസുകൾ തരുണ് പോയി ഇവൻ പോയി കാരണം ഇവൻ്റെ ആ റൗണ്ട് കഴിഞ്ഞിട്ട് ഇവൻ ഇന്നും പെടുത്തലുണ്ട്. ഇവൻ ഞങ്ങൾ പ്രൊമോ സോങ് ഷൂട്ട് ചെയ്യുമ്പോൾ നടന്നു പോകുന്നതിൽ ചേട്ടാ അറിയാം, ആദ്യത്തെ റൗണ്ട് പോകുമ്പോൾ പിന്നെ എന്നെ വിടൂ എന്ന് പറയും. ഞാൻ ലാലേട്ടാ മുനി അത് ഏത് സൈഡിലേക്കായിരുന്നു മോനെ, ഏത് സൈഡിലേക്കാണ് എൻ്റെ പൊന്നെ ലാലേട്ടാ മുനി അത് ഞാനെന്ന് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ, പിന്നെ എന്തിനാ ഞാൻ പറയും ആഗ്രഹത്തിൻ്റെ പുറത്താണ് ലാലേട്ടാ. കാരണം നമ്മൾ ഇനി ലാലേട്ടായിട്ട് സിനിമ ചെയ്യുമെന്ന് അറിയില്ല. ഡെഫിനറ്റ്ലി ലുക്കിംഗ് ഫോർവേഡ് ലൈക്ക്. പക്ഷേ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി നമുക്ക് മിസ് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പറഞ്ഞൊരു വലിയ സ്ലീപ്പർ സെൽ ആരാധകരുടെ എല്ലാവരെയും ഉണർന്നിരിക്കുകയാണ്. ആൻഡ് ലൈക്ക് ഒരുപാട് സന്തോഷം ലൈക്ക് നമ്മുടെ പ്രേക്ഷകരോട്, എല്ലാ തരം പ്രേക്ഷകരോടും. കാരണം നമുക്ക് അങ്ങനെ ഒരു ക്ലാസ് വൈസ് അല്ല നമ്മൾ ഈ സിനിമേനെ നമ്മൾ ജെൻസി അല്ലെങ്കിൽ അങ്ങനെ ഒരു സി ആയിട്ട് നമ്മൾ ഇതിനെ തിരിച്ചിട്ടില്ല. ലൈക്ക് എല്ലാവരും ഈ സിനിമ എൻജോയ് ചെയ്യുന്നുണ്ട്, എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുന്നുണ്ട് എന്ന് പറയുന്നതിൽ തന്നെ ഒരുപാട് സന്തോഷം. നമ്മൾ ഇത് സപ്പോർട്ട് ചെയ്യുന്ന തിയേറ്റേഴ്സും നമുക്ക് അവരെ സപ്പോർട്ടും വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. ലൈക്ക് നമ്മളെ എന്താ പറയുക ഫാൻസും അല്ലാതെയുള്ള ആൾക്കാരും തരുണിൻ്റെ ഈ സ്ലീപ്പർ സെല്ലുന്ന ആൾക്കാരുണ്ട്. ഇന്നലെ അജു പോസ്റ്റ് ഇട്ടുണ്ട് സ്ലീപ്പർ ഉണർന്നു എന്ന് പറഞ്ഞിട്ട്. സോ ലൈക്ക് വെരി ഹാപ്പി. എന്താ പറയുക, നമുക്കത് അങ്ങനെ ഒരു ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതിൻ്റെ അപ്പുറമാണ് ആ സന്തോഷം നിൽക്കുന്നത്. കാരണം ഞങ്ങൾ ഇന്നലെ തന്നോട് ചോദിച്ചാൽ ചേട്ടൻ ഇങ്ങനെയൊരു ദിവസം, ചേട്ടായി ഇങ്ങനെയൊരു ദിവസം പ്രതീക്ഷിച്ചില്ലായിരുന്നു. മറുപടി എന്തായിരുന്നു? ഡെഫിനറ്റ്ലി. കാരണം ലൈക്ക് പ്രാന്തം ഫാൻ ബോയാണ് ലൈക്ക് ഈ കാരണം
നമുക്ക് ഈ രണ്ടുപേരെ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്ക ലാലേട്ടൻ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്താണ് സിനിമയില്ല. ഇല്ല സിനിമയില്ല. ലൈക്ക് വി ആർ പ്രൗഡ്. ഈ സിനിമയിൽ 2 ഡയലോഗ്. ഒന്ന് എനിക്ക് തോന്നുന്നു ബ്രോയുടെ ക്യാരക്ടറിന് ചിരി കിട്ടിയ ഒരു ഡയലോഗാണ്, തരൂല കിട്ടൂല. അത് ആ ഒരു മോഡുലേഷൻ എന്താണ്? അത് ഉണ്ടായി വന്നത് അവിടുന്ന്. ലൈക്ക് ആ ഒരു ലാലേട്ടൻ വണ്ടി ചോദിക്കുന്നു, ഫറാൻ ലീവ് ചോദിക്കുന്നു. അന്നേരം തന്നെ ഒരു കോഴിക്കോട് സ്ലാങ് ഉണ്ട്. കാരണം അപ്പോഴേ അതിലൊരു രസം ഉണ്ടാവുള്ളൂ. കിട്ടൂല. ഇറങ്ങി പോണ ലിജുചേട്ടനാണ് പറഞ്ഞത്, നടക്കൂല നടക്കൂല ചേട്ടാ. ഫറാനും പറയൂ. അതായത് ഞാൻ ലിജുചേട്ടനോട് സംസാരിച്ചിട്ടാണ് അവിടുന്ന് ഇറങ്ങുന്നത്. അത് അല്ലേ നടക്കൂല, കിട്ടൂല, തരൂല. കാരണം അതൊരു ഫ്ലോയില് സംഭവിച്ചതാണ്. അപ്പം തരുവാൻ നമുക്ക് അത് അങ്ങനെ 1 2 3 എന്നുള്ള ഇതിൽ തന്നെ പോവാ. ആ ചോദ്യങ്ങൾ വരും എന്നുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട, എനിക്കൊന്ന് ട്രെയിലറിൽ കാണിച്ച ഡയലോഗ് സിനിമയിലില്ല. മഴയത്ത് നിൽക്കുകയല്ലല്ലോ, എല്ലാവരുടെ എന്നെ മഴയത്ത് നിർത്തുകയല്ലേ എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? അത് കട്ട് ചെയ്ത് പോയ സീക്വൻസിലുള്ളതാണ്, അത് ട്രെയിലറിന് വേണ്ടി മാത്രം ഡബ് ചെയ്ത പോർഷനാണ്? അല്ല പടത്തിൽ അത് ഒരു ഏരിയയിൽ ഉണ്ടായിരുന്നു. നമ്മളെ ട്രിമ്മിങ്ങിൻ്റെ ഭാഗമായിട്ടും പിന്നെ നമ്മൾ അതിനെ ഉണ്ടാക്കിയെടുത്തതിൻ്റെ ഭാഗമായിട്ടും അത് പിന്നെ ട്രെയിലറിൽ യൂസ് ചെയ്യാം എന്നുള്ളൊരു